ഹായ്, നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ? നമ്മളും നല്ല സുഖമായിട്ട് പോകുന്നുണ്ടേ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ തട്ടിക്കൂട്ടി ഒരു നല്ല സാമ്പാറും വഴുതിനങ്ങ പൊരിച്ചതും പിന്നെ 2 കൈപ്പക്ക ഉണ്ടായിരുന്നു. അതുമെല്ലാം കൂട്ടി നല്ലൊരു വറവും എല്ലാം കൂട്ടി നല്ല അടിപൊളി ചോറും കറിയും ഉണ്ടാക്കിയാലോ? നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും കമൻറ്റും കൂടി ഒന്ന് ചെയ്തേക്കണേ. നമ്മൾ വഴുതിനങ്ങ എടുത്ത് മുളക് പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അവിടെ മാറ്റി വെച്ചേ. അപ്പോഴേക്കും നമ്മൾ സാമ്പാർ അപ്പുറത്തെ അടുപ്പിൽ നിന്ന് വേവുന്നുണ്ട്. പിന്നീട് നമ്മൾ കൈപ്പക്കെല്ലാം അരിഞ്ഞ് വെച്ചതായിരുന്നു. അതെല്ലാം എടുത്ത് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും ഉള്ളിയും പച്ചമുളകും എല്ലാം കുഴച്ച് അവിടെ മാറ്റി വെച്ചു. ഗ്യാസ് ഇടയ്ക്ക് തീരുമോ എന്നുള്ളൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മുടെ വിറകുണ്ട്. ഇപ്പം വിറകടുപ്പാണല്ലോ ട്രെൻഡിങ്. വിറകടുപ്പിൽ പാചകം ചെയ്യലാന്ന് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടാണ് വരുന്നത്. ഒരു ഗ്യാസിന് ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ആൾക്ക് വിറകിനോട് താല്പര്യം കൂടി. എല്ലാവർക്കും വിറകടുപ്പിൽ കത്തിക്കാനൊക്കെ ഇഷ്ടമുണ്ടായിരിക്കും. പക്ഷേ ഈ പാത്രം കഴുകൽ കുറച്ച് പ്രശ്നമുള്ള കാര്യമായതുകൊണ്ടാണ് വിറകടുപ്പിനോട് എല്ലാവർക്കും പേടി. നമ്മൾ സാധാരണ സാമ്പാർ പരിപ്പെല്ലാം എടുത്തത് ചുവപ്പ് പരിപ്പില്ലേ, അതാവും പെട്ടെന്ന് വെന്തോളും. പക്ഷെ മറ്റേ സാമ്പാർ പരിപ്പാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അതറിയായിട്ടല്ല, ഇതിപ്പോൾ പെട്ടെന്ന് വേവേണ്ടതുകൊണ്ട് മാത്രം ഇങ്ങനെ എടുത്തതാണ്. അങ്ങനെ ചോറ് വെന്ത് വറുത്തു. റേഷൻ അരി ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്നായത്. മറ്റേ കുറുവ അരിയോ മട്ട അരിയോ എങ്കിൽ എന്തായാലും ഗ്യാസിൽ വെച്ചാൽ ഇപ്പം മുതലാവില്ല. പിന്നെ വേണ്ടത് സാമ്പാറിൽ കാര്യമായി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമില്ലേ, നമ്മളെ വെണ്ടക്ക. അത് കുറച്ച് വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ പശ സാമ്പാറിൽ വരും. ഇപ്പോൾ സാമ്പാർ കാണാനൊരു കൊള്ളില്ല. സാധാരണ നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ തേങ്ങ വറുത്ത് ഒഴിക്കാറൊന്നുമില്ലേ. പെട്ടെന്നൊരു സാമ്പാർ തട്ടിക്കൂട്ടി ഒപ്പിക്കലാന്ന്. ഇന്ന് നമുക്ക് എന്തായാലും തേങ്ങ വറുത്ത് ഒഴിക്കണം. കാരണം രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്, അതിനെന്തായാലും സാമ്പാർ വേണം. പിന്നെ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയാൽ പെട്ടെന്ന് പണി തീരുമല്ലേ. രാവിലെ എന്താ കറി ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആലോചിച്ചിട്ട് നിൽക്കണ്ടല്ലോ. അങ്ങനെ തേങ്ങ എല്ലാം വറുത്ത് അരച്ച് സാമ്പാറിലേക്ക് ഒഴിച്ചേ. ഇടയ്ക്കിടയ്ക്ക് സാമ്പാർ ഇളക്കി നോക്കുന്നുണ്ടേ. ഗ്യാസ് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ അതിന് വേണ്ട മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ പരിപ്പ് വെന്തത് ഒഴിച്ച് കൊടുത്തു. അങ്ങനെ സാമ്പാർ ഒരുവിധം റെഡിയായി. അവസാനമായിട്ടാണ് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത്. പിന്നെ പുളി ചേർത്തിട്ടില്ലേ, പുളി ആർക്കും അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുളി ചേർത്തിട്ടില്ല. തക്കാളി 2 എണ്ണം ചേർത്തിരുന്നു, അതുകൊണ്ട് ആ പുളി മതിയാവും. പിന്നെ നമ്മൾ വഴുതിനങ്ങ പൊരിച്ചെടുത്തു. ആ അടുപ്പിൽ തന്നെ വറവുണ്ടാക്കി കൈപ്പക്കൻ്റെ. അങ്ങനെ മീനൊന്നും ഇല്ലാണ്ട് ഇന്നങ്ങനെ ഒരു ചോറായി. നല്ല അടിപൊളിയായിരുന്നു. മീനൊന്നും വേണമെന്നൊന്നുമില്ല, ഇത് മതി. ഈ വഴുതിനങ്ങ തന്നെ ധാരാളമാണ്. അങ്ങനെ വഴുതിനങ്ങ ഇഷ്ടം ഇല്ലാത്ത ആൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കിക്കേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളും. നമുക്കും ഇങ്ങനെ പണ്ട് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ നമ്മളെ ചോറും കറിയെല്ലാം എല്ലാവരും കണ്ടല്ലോ.
ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് നമ്മളെ സാമ്പാറിന് വറുത്തിടലാന്ന്. വെളിച്ചെണ്ണയിൽ തന്നെ കടുകിട്ട് പൊട്ടിച്ചു, കുറച്ച് കറിവേപ്പിലയും കുറച്ച് സാമ്പാർ പൗഡറും എല്ലാം ചേർത്ത് നന്നായി വഴറ്റി സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്തപ്പോഴാണ് ഇപ്പോഴാണ് ശരിക്കും സാമ്പാറായത്. ടാറ്റാ.